ഗൈസ് ഇന്നൊരു ഫുഡ് റിവ്യൂ ഒന്നല്ല കേട്ടോ, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടായതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിയിക്കാമെന്ന് വിചാരിച്ച് പല ആളുകൾക്കും അറിയുന്ന ഒരു വിഷയമായിരിക്കും. എന്നാലും എൻ്റെ വക ഒന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം. ഇപ്പം നമ്മളെ വെതർ വളരെ മോശമായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പല ആൾക്കാരും എല്ലാവരും കാർ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ പുതിയ റീസെൻ്റ്ലി എടുത്ത കാറുണ്ടാവും, പഴയ കാറുണ്ടാവും, എല്ലാവരും കാറായിട്ട് റോഡിൽ കൂടെ പോകണം. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റോഡുകളിലൊക്കെ വെള്ളം നല്ല കയറിയിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം കയറിയത് എത്ര അളവിൽ വെള്ളം ഉണ്ടെന്നും എത്ര ദൂരത്തിൽ വെള്ളം ഉണ്ടെന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓവർ കോൺഫിഡൻസിൽ നമ്മൾ ആ കാർ വെച്ച് നമ്മൾ വെള്ളത്തിൽ കൂടെ പോകും. ബൈ മിസ്റ്റേക്ക് ആ വെഹിക്കിൾ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യും, സർവീസിന് കൊണ്ടുപോകും. പിന്നീട് അത് ഹിസ്റ്ററിയിൽ അത് ഫ്ലഡ് ആവും. അപ്പോൾ പല ആളുകൾക്കും ഒരു തെറ്റായ ധാരണ ഉണ്ട്. ഈ ഫ്ലഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെഹിക്കിൾ മൊത്തമായിട്ട് വെള്ളം കയറിയാലാണ് ഫ്ലഡ് എന്നുള്ള ഒരു ധാരണ ഉണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ സംഭവമല്ല. ഫ്ലഡ് 3 കാറ്റഗറി ഉണ്ട്, എ ബി സി, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഫ്ലഡ് കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ വെഹിക്കിള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വെഹിക്കിളായിട്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ പോയിട്ട് ഓഫായി നമ്മൾ സർവീസിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം ലെവലിൽ വെള്ളം കയറ്റി വെഹിക്കിൾ ഓഫായി കഴിഞ്ഞാൽ ഇത് ഹിസ്റ്ററിയിൽ എ കാറ്റഗറി ഫ്ലഡ് ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. അതല്ല, ഈ ഡാഷ്ബോർഡ് ലെവലിൽ വെള്ളം കയറിയിട്ട് വെഹിക്കിൾ ഓഫായി കഴിഞ്ഞാൽ ഇത് ബി കാറ്റഗറിയും അതിന് മുകളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ സി കാറ്റഗറിയാണ്. ഈ ബിയും സിയും ഡേഞ്ചറാണ്. എ കാറ്റഗറി ചിലപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടാവുന്ന മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പോണ റോഡാണ്. അപ്പോൾ നമ്മൾ ആ കോൺഫിഡൻസിൽ എന്ത് ചെയ്യും, വെള്ളക്കെട്ട് കാണുമ്പോൾ അത് മൈൻഡ് ആക്കാതെ പോകും. നമ്മൾ ആ പോണ സമയത്ത് വെഹിക്കിൾ ഓഫ് ആവും. പിന്നെ ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിൾ ഓഫായി കഴിഞ്ഞാൽ ആ വെഹിക്കിൾ അവിടുന്ന് സ്റ്റാർട്ടാക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും നിൽക്കരുത്. ഈ പ്രഷറിൽ വെഹിക്കിൾ പോകുമ്പോൾ വെഹിക്കിൾ ഓഫായി കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ എക്സോസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം കയറി വെഹിക്കിൾ ഓഫായി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ടാക്കിയാൽ അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെയാണ് നിങ്ങൾ സ്ഥലത്ത് വെഹിക്കിൾ പാർക്ക് ചെയ്ത് പോയിട്ട് പിന്നീട് വെള്ളം വന്നു കഴിഞ്ഞാലും നിങ്ങൾ പോയിട്ട് സ്റ്റാർട്ടാക്കാൻ നിൽക്കരുത്. ആ വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം അവിടുന്ന് കെട്ടി വലിച്ച് കൊണ്ടുവരിക, അല്ലാതെ വേറൊരു കാര്യങ്ങളായ്മ ചെയ്യാൻ നിൽക്കരുത്. അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. പിന്നൊക്കെ ഞാൻ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു മാസം മുന്നേ എടുത്ത വെഹിക്കിളൊക്കെ ആയിട്ട് കസ്റ്റമർ ഭയങ്കര സങ്കടത്തോടെ വരുന്നുണ്ട്. അപ്പോൾ അയാൾ ഒരു ഓവർ കോൺഫിഡൻസിൽ വെള്ളത്തിൽ കൂടെ പോയതാണ്. ഒരു ഓൾട്ടോണ്ട് പറയുന്നത് വെഹിക്കിൾ ഓഫായി ബി കാറ്റഗറി ഫ്ലഡായി. അയാൾ എൻ്റെ വെഹിക്കിൾ ഓഫ് ആവില്ല എന്നുള്ള ഒരു ധാരണയിൽ പോയതാണ്. വെഹിക്കിൾ ഓഫായി ബി കാറ്റഗറി ഫ്ലഡായി. ഇതാവുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി വരും, വെഹിക്കിൾ വർക്ക് എടുക്കും, വേണ്ട എല്ലാ കാര്യങ്ങളും കഴിയും, എല്ലാ വിഷയങ്ങളും കഴിയും. വെഹിക്കിൾ സാധാരണ രീതിയിൽ നിങ്ങൾ വെഹിക്കിളായിട്ട് ഓടലും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഇതിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ നിങ്ങൾ സെയിലിന് വരുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപൻ്റെ കാറാണ്, മാർക്കറ്റ് വാല്യൂ ഉള്ള കാറാണെങ്കിൽ എ കാറ്റഗറി ഫ്ലഡ് വന്നാൽ തന്നെ മിനിമം ഒരു 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ ആ കാറിന് കുറയും. ഇനി ബിയും സി ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരാൾ പോലും എടുക്കാൻ തയ്യാറാവില്ല, ഇൻഷുറൻസ് കിട്ടൂല, അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളെ അസറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള വെഹിക്കിൾ. പല സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അത് നമ്മൾ സെയിൽ ചെയ്യും, നമ്മൾ പിന്നെ കാർ എടുക്കും. അപ്പോൾ ആ സെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു 10 രൂപ കിട്ടുന്നത് ഇല്ലാതാവും. അപ്പോൾ നമ്മൾ അശ്രദ്ധ കൊണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. വെള്ളക്കെട്ട് കാണുമ്പോഴും പിന്നെ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടായിട്ട് നമുക്ക് അറിയാത്ത സ്ഥലങ്ങളാണെങ്കിലും അറിയണ സ്ഥലങ്ങളാണെങ്കിലും ശ്രദ്ധയോടെ പോകുന്ന ആൾക്കാർ അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ പോകാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ മാത്രം പോവുക. ഗിയർ ചേഞ്ച് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ സ്ലോ ആക്കാനോ ഒന്നിനും നിൽക്കരുത്. അത് സ്റ്റാർട്ട് ചെയ്ത് ആ വെള്ളം കീഴണ വരെ ഫസ്റ്റ് ഗിയർ തന്നെ പോവുക. അത് ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത കാര്യമാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ ഫണ്ട് ഫുള്ള് ലോസ് ആവും. അപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവില്ല. പുതിയ കാറാണ് എന്നൊന്നും പറഞ്ഞിട്ട് കെഞ്ചിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അത് ഫ്ലഡ് വന്നാൽ ഫ്ലഡ് തന്നെയാണ്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ വീഡിയോ സ്റ്റൈൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം ജാബിർ UBS.